ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ഇനി നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ആ ദിവസങ്ങളെക്കുറിച്ച്, ദ ഡേയ്സ് വി ആർ ഗോയിങ് ടു സ്പെൻഡ് ദെയർ, അതിനെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ഉള്ള ഫീലിംഗ്, ഈ ഫ്ലൈറ്റിലിരുന്നുള്ള ഫീലിംഗ്? ആദ്യത്തെ വ്യത്യാസം, മദ്രാസ് ഫ്ലൈറ്റിൽ നമ്മൾ സാധാരണ പോകുമ്പം അവിടെ കിട്ടുന്ന സാധനം ആകപ്പാടെ എടുത്ത് ഉണക്ക ബ്രെഡ. ഇവിടെ വന്ന പോലെ ഷാമ്പെയിൻ, നല്ല അസൽ ഫുഡുകൾ, കാര്യങ്ങൾ, എന്ത് വേണം, ആപ്പിൾ ജ്യൂസ് അത് തന്നെ ഭയങ്കരമായിട്ട് ത്രില്ലടിച്ചിരിക്കുകയാണ്. തുടക്കം കലക്കി. ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഫ്ലൈറ്റിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അത് ഭയങ്കര സർപ്രൈസാണ്. സെക്കൻഡ് പോയിൻറ്റ്, നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് നന്നായിട്ട് വരണം. ഇനിയും അവർ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ നന്നായി ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. യാത്രയുടെ ത്രില്ലുണ്ട്, എല്ലാവരും ഒരുമിച്ച് പോകുന്നുള്ള ഒരു ത്രില്ലുണ്ട്. ഓഫ്കോഴ്സ് ആ പ്രോഗ്രാമൊക്കെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അവിടെ പോയിട്ട് എന്തൊക്കെ കറക്ഷൻസ് ചെയ്യണം, സ്റ്റേജ് പോയി കാണണം. The thing is, when we are going for shooting and all, we don't have any preparation, and we have to go to the exact place, we have to put our makeup and go. But for this we'll be having extra preparations. Anga pono, anga poi in the program சீக்கிரமா dress போட்டு ரெடி ஆகணும், அந்த program இன்னும் நல்லா பண்ணணும், എല്ലാവർക്കുമേ നല്ല പേര് കിടക്കണം ഫുൾ ഗ്രൂപ്പ്. ഹെൽത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യുന്നതാണ്. ഞാൻ വീട്ടിൽ ഇരുന്നാൽ ചിലപ്പോൾ സൂക്കോട് പിടിച്ചു പോകും. അപ്പം നിങ്ങളുടെ കൂടെയൊക്കെ നിന്ന് ഒന്ന് പ്രോഗ്രാമിന് പോയി അവിടെ ചെന്ന് ഇവിടെ ചെന്ന് പറയുമ്പം എനിക്കൊരു ഉത്സാഹമുണ്ട്. ബിക്കോസ് നിങ്ങളെല്ലാം യങ്സ്റ്റേഴ്സ് അല്ലേ, അപ്പം നിങ്ങളുടെ ഒപ്പം നിൽക്കണ്ടേ, അതിൻ്റെ ഒരു ഉത്സാഹമുണ്ട്. ഇന്നലെ വരെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഗൾഫ് മലയാളികൾ എങ്ങനെ എടുക്കുകയെന്നറിയില്ല. നാടകത്തിന് മുമ്പ് എനിക്ക് അത്ര ടെൻഷനിലായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. സിനിമ എന്ന് പറയുമ്പോൾ അവർ കാണികളെപ്പോഴും നമുക്ക് എതിരായിരിക്കും. അപ്പോൾ ആ ഒരു ടെൻഷനുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും കൂടെ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെയൊക്കെ കൂടെ സഹായം തീർച്ചയായിട്ടും ഒപ്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷനില്ല. ഇപ്പം സ്റ്റേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ രീതി എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനനുസരിച്ചിരിക്കും അപ്പോഴത്തെ മൂഡ്. ഈ ഫ്ലൈറ്റിലുള്ള യാത്ര നമുക്ക് ഇപ്പം നമ്മൾ പോകുന്നൊരു സ്പീഡും സുഖമൊക്കെ ഇതിനകത്തുണ്ടെങ്കിലും ഒരു ദുഃഖവും മനസ്സിൻ്റെ അകത്ത് ഒപ്പമുണ്ട്. കാരണം വെച്ചാൽ പരിപാടി നന്നാവോ എന്നുള്ള സംഭവമുണ്ട്. ജഗദീഷ്, നിൻ്റെ ഇരിപ്പൊക്കെ കാണുമ്പോൾ സ്കൂളിലൊരു മാഷ്, വളരെ പക്വതയും പാകതയും വന്ന ഒരു മാഷ്, എന്നാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നൊരു ചിരിയും, പക്ഷേ അതിൻ്റെ ഇടയിൽ ചെറിയൊരു കള്ളത്തരം പോലെ തോന്നുക എനിക്ക്. കുട്ടികളെയൊക്കെ കൊണ്ട് സ്കൂളിൽ നിന്ന് എക്സർഷന് പോകില്ലേ, അപ്പോൾ എക്സർഷനൊക്കെ പോകുമ്പോൾ കുട്ടികളോട് സംസാരിക്കുക, അവരോട് തമാശ പറയുക, അതിനിടയിൽ ടീച്ചർമാരോട് ഇത് പറയുക. അങ്ങനെ വല്ല ഓർമ്മകളാണോ ഇയാളിപ്പോൾ ഈ പോണ പോക്കിൽ പുതുക്കിക്കൊണ്ടിരിക്കണേ?